മഹാഭാരത യുദ്ധക്കളത്തിൽ ധർമ്മം വിജയിച്ചപ്പോൾ അർജുനന്റെ രഥം വിജയശ്രീ ലാളിതമായി നിന്നു. അതിൽ നിന്നും ഇറങ്ങാൻ നേരം അർജുനൻ തന്റെ സാരഥിയായ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ആദ്യം രഥത്തിൽ നിന്നിറങ്ങൂ, ശേഷം ഞാൻ ഇറങ്ങാം. ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല അർജുന, നീ ആദ്യം ഇറങ്ങൂ. ഭഗവാന്റെ വാക്കുകൾ ശിരസാ വഹിച്ച് അർജുനൻ തന്റെ ഗാന്ധീവം താഴെ വെച്ച് രഥത്തിൽ നിന്നിറങ്ങി. പിന്നാലെ ശ്രീകൃഷ്ണനും താഴെ ഇറങ്ങി. രഥത്തിന് താഴെ താങ്ങായി നിന്ന ശേഷ്നാഗൻ തന്റെ കർത്തവ്യം പൂർത്തിയാക്കി പാതാള ലോകത്തേക്ക് മടങ്ങി. രഥത്തിന്റെ കൊടിമരത്തിൽ വിരാജിച്ചിരുന്ന ഹനുമാൻ സ്വാമിയും അപ്രത്യക്ഷനായി. അർജുനനെ അല്പദൂരത്തേക്ക് മാറ്റി നിർത്തി ശ്രീകൃഷ്ണൻ ഒരു നിമിഷം രഥത്തിലേക്ക് നോക്കി. അടുത്ത നിമിഷം ആ തേര് ആളിക്കത്തി ചാമ്പലായി. അർജുനൻ ഞെട്ടലോടെ ചോദിച്ചു, ഭഗവാനെ, എന്താണ് സംഭവിച്ചത്? എന്റെ രഥം എന്തിനാണ് ഇങ്ങനെ കത്തി നശിച്ചത്? ശ്രീകൃഷ്ണൻ ശാന്തനായി മറുപടി പറഞ്ഞു, അർജുന, ഭീഷ്മരുടെയും ദ്രോണരുടെയും കർണന്റെയും ദിവ്യായുധങ്ങൾ ഈ രഥത്തെ എന്നേ കത്തി ചാമ്പലാക്കേണ്ടതായിരുന്നു. എന്നാൽ നിന്റെ രഥത്തിന്റെ പതാകയിൽ ഹനുമാൻ വസിച്ചിരുന്നതുകൊണ്ടും ഞാൻ സാരഥിയായി ഉണ്ടായിരുന്നതുകൊണ്ടും രഥത്തിന് താഴെ ശേഷ്നാഗൻ താങ്ങായി നിന്നിരുന്നതുകൊണ്ടുമാണ് ഈ രഥം ഇത്രയും നാൾ നിലനിന്നത്. എന്റെയും ഹനുമാന്റെയും ശേഷ്നാഗിന്റെയും സംരക്ഷണം പിൻവലിച്ചപ്പോൾ ആ രഥം അതിലേറ്റിരുന്ന പ്രഹരങ്ങളെ താങ്ങാനാകാതെ കത്തി നശിച്ചു. അർജുനൻ അത്ഭുതത്തോടെ ഭഗവാനെ നോക്കി. തന്റെ വിജയം തന്റെ മാത്രം കഴിവുകൊണ്ടല്ലെന്ന് അയാൾക്ക് ബോധ്യമായി. യുദ്ധത്തിൽ നേരിട്ട് പടവെട്ടിയ അർജുനൻ ഒരു യോദ്ധാവെന്ന നിലയിൽ അതിശക്തനായിരുന്നു. എന്നാൽ ആ രഥം തകരാതെ കാത്തതും അർജുനന് വിജയം നേടിക്കൊടുത്തതും ശ്രീകൃഷ്ണന്റെ ദിവ്യശക്തിയും മാർഗനിർദ്ദേശങ്ങളും കൂടാതെ ഹനുമാന്റെയും ശേഷ്നാഗന്റെയും സാന്നിധ്യമായിരുന്നു. ഓരോരുത്തരുടെയും പങ്ക് എത്ര വലുതായിരുന്നുവെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. വിജയത്തിന് പലരുടെയും സഹായം ആവശ്യമാണ്. ഓരോ പങ്കും വിലപ്പെട്ടതാണ്. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.